രേണു സുധിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞ ഞെട്ടലിലാണ് പലരും. ഇത്രയും നാൾ ലൈംലൈറ്റിൽ നിറഞ്ഞു നിന്ന രേണുവിന് ഇങ്ങനെയൊരു സാഹചര്യം വന്നതിൽ എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. എന്നാൽ കൊല്ലം സുധിയുടെ മൂത്ത മകനെ മാത്രം രേണുവിനടുത്ത് കാണുന്നില്ല. രേണുവിൻ്റെ അസുഖ വിവരത്തെക്കുറിച്ച് കിച്ചു സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവർ തമ്മിൽ അകൽച്ചയിലാണ്. ഇതിപ്പോഴും മാറിയില്ലേ എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. ക്യാൻസർ ആണെന്ന് വാർത്തകൾ പ്രചരിച്ചിട്ടും കിച്ചു തന്നെ വിളിച്ചില്ലെന്ന് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ രേണു സുധി പറഞ്ഞിരുന്നു. സ്വന്തം മകനെപ്പോലെയാണ് കിച്ചുവിനെ രേണു കണ്ടിരുന്നത്. ഈ വിഷമഘട്ടത്തിൽ രേണുവിന് താങ്ങായി കിച്ചു ഒപ്പം ഉണ്ടാകേണ്ടതുണ്ടെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കിച്ചു എന്നെ വിളിച്ചിട്ടില്ല. അന്നത്തെ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. ഞാനും വിളിച്ചിട്ടില്ല. ഋതപ്പനെ ഔട്ടിങ്ങിന് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കാനാണ് അവസാനം വിളിച്ചത്. സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കാൻ പോലും സുധിച്ചേട്ടൻ്റെ വീട്ടുകാർ വിളിച്ചിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത്. അമ്മയെന്നാണ് രേണുവിനെ കിച്ചു വിളിക്കുന്നത്. ജന്മം നൽകിയ അമ്മ മരിച്ച ശേഷം കിച്ചുവിൻ്റെ ജീവിതത്തിലേക്ക് വന്ന അമ്മയാണ് രേണു. എന്നാൽ ഇന്ന് ഇവർ തമ്മിൽ ബന്ധമില്ല. താൻ കുട്ടിക്കാലത്ത് രേണുവിൽ നിന്നും രേണുവിൻ്റെ വീട്ടുകാരിൽ നിന്നും നേരിട്ട അവഗണനകളെക്കുറിച്ച് ഈ അടുത്ത് കിച്ചു തുറന്ന് സംസാരിച്ചിരുന്നു. ഇതാണ് ഇരുവർക്കും ഇടയിൽ അകൽച്ചയുണ്ടാക്കിയത്. എന്നാൽ കിച്ചുവിനെക്കുറിച്ച് ഇതുവരെ നല്ലത് മാത്രമേ രേണു മീഡിയകൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് രേണുവിൻ്റെ അവസ്ഥയിൽ ഒപ്പം നിൽക്കുന്നത് മാതാപിതാക്കളും സഹോദരിയുമാണ്. തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് രേണു സുധി. തൻ്റെ അസുഖ വിവരത്തെക്കുറിച്ച് രേണു കഴിഞ്ഞ ദിവസം തുറന്ന് സംസാരിച്ചിരുന്നു. 15ാമത്തെ വയസ്സിലാണ് ഞാനിങ്ങനെ ഒരു മുഴ ശ്രദ്ധിച്ചത്. പക്ഷേ അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു. ഒന്നും ശ്രദ്ധിക്കാത്ത പ്രായമായിരുന്നു അത്. രോഗവിവരം സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ കാരണം കീമോ ചെയ്യുമ്പോൾ എൻ്റെ മുടി പോയേക്കും. അപ്പോൾ നിങ്ങളോട് പറയേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമമാണെന്ന് എനിക്കറിയാം. മുന്നോട്ട് പോയില്ലേ പറ്റൂ. അസുഖ വിവരം പുറത്തായപ്പോഴും സമ്മതിക്കാതിരുന്നത് ഞാൻ പറഞ്ഞു വേണം അറിയാൻ എന്നതുകൊണ്ടാണ്. അല്ലാതെ എന്നെ നെഗറ്റീവ് പറയുന്ന വ്ളോഗർ പറഞ്ഞല്ല എൻ്റെ പ്രേക്ഷകർ അറിയേണ്ടത്. എന്നെപ്പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാനെന്നും മാതൃകയായിരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, അസുഖം വന്ന് തളരരുത്, മുന്നോട്ട് പോകണമെന്നും രേണു സുധി പറഞ്ഞു.